നിന്റെ ലൈഫിലേക്കാണെങ്കിലും നമുക്കിടയിലേക്കും കൂടെ അല്ല പുതിയ ആള് വരുന്നത്. ഇവിടുത്തെ പണികളൊന്നും ആയിട്ടൊന്നുമില്ല. ഇനി എന്തോരം ബാക്കി എടുക്കണം അറിയോ? 12 മണിക്കാരുണ്ട്, ഡ്രസ് എടുക്കാൻ പോണം. അങ്ങനെ എടാ ഞാൻ വിളിക്കാട്ടോ ഒരായിട്ട്. ഓക്കെടാ. എന്താ മുഖത്ത് വല്ലാത്തൊരു നാണം? എനിക്കെന്ത് നാണം? ഞാൻ അവളെ കെട്ടാൻ പോവല്ലേ. ഓ ആവേശക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. അതെന്താടി കല്യാണം എടുക്കും തോറും നിന്റെ മുഖത്തൊരു വിഷമം? സന്തോഷത്തിന് എന്ത് കുറവ്? നാളെ തൊട്ട് റീൽസ് കാണാൻ ഒരാളും കൂടെ കൂട്ടായി. നിനക്കല്ല, എനിക്ക്. ഉറപ്പിക്കാവോ? അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് ചുമ ഷാമ്പു തറോ, ചുമ പെർഫ്യൂം തറോ, ചുമ മറ്റേ തറോ, മറച്ച തറോ എന്ന് ചോദിച്ചിട്ട് എന്റെ അടുത്തോട്ട് വരരുത് കേട്ടോ പ്ലീസ്. ഓ അതൊക്കെ എന്റെ കൊച്ചു നോക്കിക്കൂടെ. ആഹാ, അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറില്ലേ? വീട്ടിലെന്ത് മാറാൻ? എടാ നിന്റെ ലൈഫിലേക്കാണെങ്കിലും നമുക്കിടയിലേക്കും കൂടെ അല്ല പുതിയ ആള് വരുന്നത്. പുതിയ ആള് വന്നാലും എനിക്ക് നിന്നോടുള്ള സ്നേഹമൊന്നും കുറയാൻ പോണില്ല. അല്ല അതെനിക്കറിയാം. പക്ഷെ എന്നാലും എന്നത്തെയും പോലെ നിന്റെ നെഞ്ചത്ത് കയറി മറിയാനും കെട്ടിപ്പിടിച്ചൊന്ന് കിടന്ന് ഉറങ്ങാനൊന്നും ഇനി പറ്റൂലല്ലോ. എടാ കുട്ട, നമ്മളിൽ ആരുടെ കല്യാണം കഴിഞ്ഞാലും ഇങ്ങനത്തെ മിക്സഡ് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവണത് നാച്ചുറലാണ്. പക്ഷേ നമ്മളുടെ ഇടയിൽ ആര് വന്നാലും നമ്മളുടെ ബന്ധം മാറ്റാൻ പറ്റുമോ? അതുകൊണ്ട് ഈ കയ്യിൽ നീ കിടന്നോ, ഈ കയ്യിൽ അവള് കിടന്നോളൂ. ഓക്കെ അല്ലേ? ആ അതൊക്കെ. പക്ഷെ കാശിന്റെ കാര്യം എങ്ങനെയാ? നിന്നോട് ചോദിക്കണോ അതോ ചേച്ചിയോട് ഡീല് ചെയ്താൽ മതിയോ? അതിപ്പോ അവള് തന്നാലും നീ എന്നെ ഊറ്റാതിരിക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്ത് കിട്ടിയാലുണ്ടല്ലോ 50-50. അത് ന്യായം. അപ്പൊ ബീജിയം വെണ്ണില കൊമ്പിലെ രാപ്പാടിയിടാം. എടാ അതല്ലെങ്കിൽ വേണ്ട, നമുക്ക് കൂടെ പറഞ്ഞവര് മതി. ട്രെൻഡ് പോയിട്ടില്ല എപ്പോഴും.